ചിങ്ങമാസത്തിലെ പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. ഇനിയുള്ള 10 നാളുകൾ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ വിരിയും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിന്റെയും ഉത്സവത്തിന്റെയും ദിനരാത്രങ്ങളാണ്. സമഭാവനയുടെ സന്ദേശമൊതുന്ന തിരുവോണത്തിനായി മാവേലി മന്നനെ വരവേൽക്കുവാൻ കേരളക്കര ഒരുങ്ങിക്കഴിഞ്ഞു. സാധാരണയായി അത്തം തുടങ്ങി 10-ാം നാളാണ് പൊന്നോണമെങ്കിൽ ഇത്തവണ 11-നാണ് തിരുവോണം എന്ന പ്രത്യേകതയുണ്ട്. ഇന്ന് അത്തം തുടങ്ങിയെങ്കിലും ചിത്തിര നക്ഷത്രം 2 ദിവസം വരുന്നതിനാലാണ് തിരുവോണം 11-ാം നാളിൽ ആഘോഷിക്കേണ്ടി വരുന്നത്. തൊടികളിൽ നിന്നും തുമ്പയും തുളസിയും മുക്കൂറ്റിയും കാക്കപ്പൂവും കോളാമ്പിപ്പൂവും ശേഖരിച്ച സ്മരണകൾ ഉയർത്തി ഇന്നു മുതൽ നാടൊട്ടുക്കും അത്തപ്പൂക്കളങ്ങൾ നിറയും. വിവിധ സംഘടനകൾ ഒരുക്കുന്ന പൂക്കള മത്സരങ്ങളും ഇന്നു മുതൽ സജീവമാകും. ഇതിനു പുറമെ ഓണത്തിന്റെ വരവറിയിച്ച് വിവിധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും പൂക്കളങ്ങൾ ഒരുങ്ങും. ഓണത്തിന് പൂക്കളമൊരുക്കാൻ നാട്ടുപൂക്കൾ തേടി നടക്കുന്ന പതിവ് തന്നെ ഇല്ലാതായി. അത്തം മുതൽ 10 ദിവസം നടക്കുന്ന പൂവിടലിൽ ഓരോ ദിവസവും വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളങ്ങളാണ് ഒരുക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന എല്ലാ വ്യാപാര മേഖലയിലും ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന കാലവും ഓണക്കാലമാണ്. തിരുവോണം അടുത്തെത്തിയതോടെ വ്യാപാര മേഖലയിൽ ഉണർവ് പ്രകടമാണ്. വസ്ത്രവ്യാപാരശാലകൾ, ഗൃഹോപകരണ വിപണി, മൊബൈൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വ്യാപാര മേഖലകളിലെല്ലാം ഈ ഓണക്കാലത്ത് വൻ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ്. മഴ മാറിയതും ജനങ്ങൾ കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് എത്തിയതും വ്യാപാരികളുടെ പ്രതീക്ഷയും ഉണർത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.